അന്നൊരു അപകടം ഉണ്ടായ ശേഷം ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് ബസ്സിലും നമ്മൾ കാണുന്നതാണ്. അതായത് രാത്രി 10 മണിക്ക് ശേഷം സൗണ്ട് സിസ്റ്റം പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ, കാരണം നമ്മുടെ നിയമങ്ങൾ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യാത്രക്കാരായി വന്ന നമ്മളായാലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടുണ്ടാകുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഇന്ന് നിയമങ്ങളെല്ലാം പാലിച്ചുള്ള രീതിയിലാണ്. നമ്മുടെ ഡോറയും ഒട്ടും മാറ്റമില്ലാതെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഡോറ. ശരിക്കും നമ്മുടെ ഡോറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡോറ ബുജി, നമ്മുടെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവരും മനസ്സിലാകുന്നത് ഡോറയുടെ ഇവിടെ നല്ലൊരു വർക്ക് കാര്യങ്ങൾ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു അടിപൊളി രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഞാൻ ചെയ്തേക്കാം. മറ്റേ വണ്ടിക്ക് ഒരു ഗ്രീൻ കളറാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂ കളറിലാണ് കൊടുത്തേക്കണത്. പിന്നെ ഓൾറെഡി ഇവിടെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും എല്ലാം കിട്ടുന്ന നമ്മുടെ വാട്ടർ പ്യൂരിഫൈങ് സിസ്റ്റം ഒരു എല്ലാ വണ്ടിയിലുണ്ട്. നമ്മുടെ ഡോറയുടെ AC വണ്ടിയിലും ഈ ഒരു നമ്മുടെ വാട്ടർ പ്യൂരിഫൈങ് സിസ്റ്റം ഇവിടെ അവൈലബിലിറ്റി കൊണ്ടുവന്നുണ്ട്. വെൽക്കം ടു വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് ഓട്ടോമോട്ടീവ്. അപ്പോൾ ഓട്ടോമോട്ടീവിലെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പെരുവയിലാണ്. അപ്പോൾ പെരുവയിൽ ഞാനിപ്പോൾ വരാൻ കാരണം ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ റിവ്യൂ ആണ്. ഒന്നല്ല 2 ബസ്സുകളുടെ റിവ്യൂ. അപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡോറയുടെ ബസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറകെ കാണാം, ഒരെണ്ണം വെഗയാണ്, വേറെ ഒരെണ്ണം നമ്മുടെ അസ്ത്ര മോഡലാണ്. അപ്പോൾ ഈ 2 ബസ്സുകളുടെ വീഡിയോയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കമോൺ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഡോറയുടെ ഈ വെഗയിലാണ് നമ്മൾ ആദ്യം കയറുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിനു മുമ്പ് നമ്മൾ ഗൾഫ് എയറിൻ്റെ വീഡിയോ ഉണ്ട്. ഗൾഫ് എയർ ഒരു വെഗ മോഡലും ഉണ്ട്. അപ്പോൾ ഔട്ട് സൈഡും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഇതേ മോഡൽ വെഗ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. നമ്മുടെ വെഗയുടെ ഓൾറെഡി നമ്മളെല്ലാ വെഗയിലും കാണുന്ന പോലത്തെ നമ്മുടെ വോൾവോ ടൈപ്പ് നമ്മുടെ വൈപ്പർ, പിന്നെ ഇവിടെ വേളാങ്കണ്ണി മാതാന്ന് റൈറ്റിങ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇവൻ്റ് കാര്യങ്ങൾ, പ്രകാശിൻ്റെ ലോഗോ, നമ്പർ പ്ലേറ്റ്, പിന്നെ 2 കണ്ണിന് ചിഹ്നം. പിന്നെ ഇവിടെ ചെറിയ സ്കെർട്ടിങ് കാര്യങ്ങൾ, സ്കെർട്ടിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് നമ്മുടെ വണ്ടിക്ക് ഓൾറെഡി നമ്മൾ ലിപ്പ് കൊടുക്കാറുണ്ട്. ബമ്പർ ലിപ്പ് 2 കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവൻ്റെ ഫ്രണ്ടിൽ വന്നത്. സൈഡിലും മാന്യമായ രീതിയിൽ നമ്മുടെ സ്റ്റിപ്പും കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ നമുക്കുള്ളത്. ഇനി ഈ വണ്ടിയുടെ അകത്തുള്ള കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡോറയുടെ വെഗ ബോഡി, അതായത് വെഗ വണ്ടിയുടെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കേണ്ടത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ പുതിയ നിയമങ്ങളും കാര്യങ്ങളും വന്ന് കുറേയധികം മാറ്റങ്ങളല്ല പണ്ടുണ്ടാകുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഇന്ന് നിയമങ്ങളെല്ലാം പാലിച്ചുള്ള രീതിയിലാണ്. നമ്മുടെ ഡോറയും ഒട്ടും മാറ്റമില്ലാതെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഡോറ. ഇപ്പോൾ ഡോറയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇവർ ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ ചെറിയ ലൈറ്റും കുറച്ച് സൗണ്ട് സിസ്റ്റം, അനുവദനീയമായ സൗണ്ട് സിസ്റ്റം മാത്രമേ ഡോറയിൽ വെച്ചിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ TV ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ സീറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ നല്ലൊരു കുഷ്യനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 49 സീറ്റ് നോൺ AC ബസ്സാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഇവർ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ. പക്ഷേ നമുക്ക് അവർ 2 വണ്ടി ഒരുമിച്ച് വന്നുകൊണ്ടാണ് നമ്മളിന്ന് പെട്ടെന്ന് തന്നെ വന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ 2 വണ്ടിയും കഴിക്കണം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ഈ വണ്ടി മാനേജ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം. കാരണം ഈ ഒരു ഇത്ര ധൃതിയുടെ ഇടയിലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. ഈ വണ്ടിയുടെ അകത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശിൽ നിന്ന് ഇറങ്ങണ എല്ലാ ടൂറിസ്റ്റ് ബസ്സും പോലെ തന്നെ ഒരു അടിപൊളിയായിട്ടാണ്. പിന്നെ ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ ഇവരെന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി കൊണ്ടുനടക്കുന്നത്. പിന്നെ ഇവിടെ ഫാൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവരെന്ന് വെച്ചാൽ നമ്മൾ ഈ മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻഭാഗത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ TV, നമ്മളെല്ലാ ടൂറിസ്റ്റ് ബസ്സിനുള്ള TV ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മുടെ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓൾറെഡി ഇപ്പോൾ അന്നൊരു അപകടം ഉണ്ടായ ശേഷം ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് ബസ്സിലും നമ്മൾ കാണുന്നതാണ്. അതായത് രാത്രി 10 മണിക്ക് ശേഷം സൗണ്ട് സിസ്റ്റം പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ, കാരണം നമ്മുടെ നിയമങ്ങൾ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യാത്രക്കാരായി വന്ന നമ്മളായാലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേറെ അധികം സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, മാന്യമായ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളാണുള്ളത്. ഇവിടെ അവരുടെ പേര് ഡോറ ട്രാവൽ ടീം എന്നുണ്ട്. അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് കാര്യങ്ങൾക്ക് വിളിക്കണമെങ്കിൽ ഈ കോട്ടയം ഈ ഒരു ഏരിയയിലുള്ളവർക്ക് വിളിക്കാൻ നിയർ ബൈ ആണ്. ഇപ്പോൾ പിറവത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബസ്, ഇവരുടെ പാക്കേജ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് വണ്ടിയുടെ മെയിൻ അകത്തുള്ള നമ്മുടെ കാഴ്ചകൾ. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാന്യമായ നമ്മുടെ പ്രകാശിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഏറ്റവും എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് ഈ മുകളിൽ ഇതാണ് ഡോറ. ശരിക്കും നമ്മുടെ ഡോറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡോറ ബുജി, നമ്മുടെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവരും മനസ്സിലാകുന്നത് ഡോറയുടെ ഇവിടെ നല്ലൊരു വർക്ക് കാര്യങ്ങൾ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു അടിപൊളി രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഞാൻ ചെയ്തേക്കുന്നത്. ഓക്കെ കഴിച്ചത് നമ്മളിപ്പോൾ നമ്മുടെ ഡോറയുടെ പുറകിലെ സീറ്റിലാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് ബസ്സും പോലെ തന്നെ പുറകിൽ നല്ല വിശാലമായ സീറ്റാണ്. അപ്പോൾ ഈ വണ്ടി നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കണ്ട ഇതിന് ചെറിയ രീതിയിലുള്ള സ്പീക്കറും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പണ്ട് നമ്മുടെ ബസ്സുകളിലൊക്കെ സബ്ബും ബുഫറൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ സ്പീക്കർ മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ നിയമങ്ങൾ പാലിക്കണം അല്ലേ, പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട്
അതനുസരിച്ചാണ്. പക്ഷേ എങ്കിൽ പോലും ഒട്ടും നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ ആ പ്രൗഢി ഇന്നും പോയിട്ടില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഡോറയും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതൊക്കെ. പിന്നെ ഇവിടെ ഓൾറെഡി ഈ സീറ്റുകളിലൊക്കെ ഇതിൽ കുഷ്യൻ കവറിലൊക്കെ ഡോറ ട്രാവൽ ഡ്രീംസ് അവരുടെ പേര് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ നല്ല കംഫർട്ടായിട്ടൊരു ജേണിയാണ്. ഇത് നോൺ എ സി മോഡലാണ്. നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ വണ്ടി AC മോഡലാണ്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് പോകും. അത് ഓൾറെഡി AC പുഷ് ബാക്കാണ് വണ്ടി. ഇത് പുഷ് ബാക്കല്ല, നമ്മുടെ നോർമൽ വണ്ടിയാണ്. നമുക്ക് പക്ഷേ എങ്കിൽ പോലും നോർമൽ വണ്ടി ആണെങ്കിൽ പോലും ആവശ്യത്തിന് നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലെല്ലാം, അതായത് നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലെല്ലാം ഡോറ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഡോറ ലൈറ്റുകളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കത്തുമെന്ന്. പക്ഷെ ഇതൊന്നും കത്തുമില്ല. ഇതൊക്കെ വെടിപ്പിച്ചിട്ടേക്കാണ്. കാരണം പുതിയ നിയമം വന്നപ്പോൾ അത് പാലിക്കണമാണ്. പിന്നെ ഇവിടെയൊക്കെ ഇതുള്ളതെന്ന് വെച്ചാൽ ഇത് ക്ലോത്ത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെച്ചേക്കേണ്ടതാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ആ കൂടി ഈ ഒരു ലൈറ്റ് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിന് ഒരു യാത്ര പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഡോറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മ്യൂസിക്കൽ സിസ്റ്റവും കാര്യങ്ങളും നമ്മുടെ ബോക്സ് നമുക്ക് അലൗഡ് ആയിട്ടുള്ള ബോക്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു വോക്കലി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതും ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ കഴിച്ചതേ നമ്മളിത് തൊട്ടിപ്പത കണ്ട നമ്മുടെ ഈ വൈകയും ഈ കിടക്കുന്ന അസ്ത്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം മെയിൻ വ്യത്യാസം നമുക്ക് ഇവിടെ തന്നെ, ഉദാഹരണം നമ്മുടെ ഒരു മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ അറിയാം. ഈ ഒരു ഭാഗത്തെ ഡിസൈനും കാര്യങ്ങളും എൻ്റെ രണ്ടും നമ്മൾ ഡിഫറൻ്റ് ആണ്. പിന്നെ ഇവിടെ പ്രകാശിൻ്റെ ലോഗോ കൊടുത്തേക്കുന്നത് ഒരു വ്യത്യസ്തമായ സ്റ്റൈലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നീല കളർ പെയിൻറ്റിങ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ഇവിടെ പമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റേ വണ്ടിക്ക് ഒരു ഗ്രീൻ കളറാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂ കളറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഓൾറെഡി ഇവിടെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇവിടെ 1, 2, 3 പിന്നെ ഒരു ഇൻഡിക്കേറ്റർ, ഇത്രയും രീതിയിലാണ് നമ്മൾ ലൈറ്റ് വന്നേക്കുന്നത്. ഇത് ഓൾറെഡി LED സ്പോട്ട് ലൈറ്റ് ഒരെണ്ണം ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ വെഗയിലുള്ള സെയിം അതേ ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് ഇതിനകത്തും വന്നേക്കുന്നത്. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ പൊതുവെ ഈ വണ്ടി നോക്കിയാൽ അറിയാം, ഇത് നമ്മുടെ BMR ബോസ് ആയിരുന്നു. ബോസിനെ റീബിൽഡ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ മറ്റേ ഡോറയിലുള്ള പോലെ തന്നെ വേളാങ്കണ്ണി മാതാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പുറമേ ഉള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ AC പുഷ് ബാക്ക് വണ്ടി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഡോറയുടെ AC പുഷ് ബാക്കിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പോൾ അതെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കും സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഡോറയുടെ AC വണ്ടിയുടെ അകത്താണ്. അപ്പോൾ AC വണ്ടിയുടെ അകത്ത് നമ്മൾ വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ TV കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വണ്ടിയിൽ നമുക്ക് TV ഈ ഒരു ഡ്രൈവറിൻ്റെ ഈ ഒരു ഓടിക്കണ ഈ ക്യാബിൻ്റെ അകത്താണെങ്കിൽ ഇത് നമ്മുടെ ഈ പാസഞ്ചേഴ്സ് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇവിടെ തന്നെ ആയിട്ടാണ് ഈ TV കാര്യങ്ങൾ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഡോറാന്ന് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഓൾറെഡി അവിടെ വിസിബിളായ രീതിയിൽ അപ്പോൾ തന്നെ കാണുന്ന രീതിയിൽ തന്നെയുള്ള രീതിയിൽ ഡോറാന്നൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ ആ വണ്ടിയുടെ ബമ്പർ ലിപ്പിലൊക്കെ കണ്ടുപോലെ തന്നെ നീല കളറിലും ഒരു യെല്ലോയും നീലയും കളറുള്ള ഒരു പാറ്റേണിലാണ് ഇവർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. പിന്നെ ഓൾറെഡി ഇവിടെയും മറ്റേ ഡോറയിലുള്ള പോലെ ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് നമ്മൾ ഇട്ട് കാണിക്കുന്നതാണ്. പിന്നെ ഈ വണ്ടിയിൽ എന്ന് വെച്ചാൽ ഇത് AC പുഷ് ബാക്കാണ്. ഇത് പുഷ് ബാക്ക് സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുഷ് ബാക്ക് സീറ്റ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളാണ്. AC വണ്ടിയും കൂടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ലോങ് ജേണികളിൽ നമുക്ക് AC വണ്ടി, ഇപ്പോൾ ഈ മൂന്നാറും അതേപോലെ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നോൺ AC ആണ് ബെറ്റർ എങ്കിൽ, ചൂടുള്ള ചില സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നമുക്ക് AC വണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ AC വണ്ടിയാണ്. അപ്പോൾ AC വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ജിങ്കിയുടെ AC ആണ്. ഇതിനകത്ത് AC യൂണിറ്റാണ് ഇതിനകത്ത് കയറിയേക്കുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ജിങ്കിയുടെ AC ആണ്. അപ്പോൾ ഈ AC കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറകിൽ സീറ്റ് നോക്കിയാൽ അതായത് AC പുഷ് ബാക്ക് സീറ്റാണ്. നന്നായിട്ട് കിടക്കുന്ന രീതിയിൽ നല്ല പുഷ് ബാക്കിംഗ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി സീറ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ബാക്ക് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച രീതിയിൽ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണ്. പുഷ് ബാക്ക് സീറ്റാണെന്ന് തോന്നുന്നു. പുഷ് ബാക്ക് സീറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ഓൾറെഡി കണ്ടാതെ നല്ല രീതിയിൽ നമുക്ക്
ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചാരി കിടന്ന് ഇങ്ങനെ കൈയൊക്കെ വെച്ച് നമുക്ക് സിനിമയൊക്കെ നന്നായിട്ട് കണ്ടുപോകാനൊക്കെ ഒരു പറ്റിയ രീതിയാണ്. പിന്നെ ഓൾറെഡി നമുക്കിവിടെ മറ്റേ വണ്ടി പോലെ തന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും വലിയ ആക്റ്റീവായിട്ടില്ല. പിന്നെ AC പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ പുഷ് ബാക്ക് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോങ് ഒക്കെ പോകുമ്പോൾ നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് നമുക്ക് എന്താ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ AC ആണ്, പുഷ് ബാക്കാണ്, അത്രയും കുറച്ച് മേന്മകളാണ് മറ്റേ ഡോറയും നമ്മൾ ഈ ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഡോറയും നമുക്കത് വ്യത്യാസം. ഈ വണ്ടിയുടെ ആഗ്രഹമെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും, ഫുള്ള് നീല കളറിൽ ആ നീല പാറ്റേൺ കാര്യങ്ങളിലാണ് ഈ വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ വെള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഓൾറെഡി എനിക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഈ വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഡോറയിൽ ഇനി നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്യാനും കാര്യങ്ങളൊക്കെ കാണാം. വേറെ ഒന്നല്ല, നമുക്ക് നമ്മുടെ ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും എല്ലാം കിട്ടുന്ന നമ്മുടെ വാട്ടർ പ്യൂരിഫൈങ് സിസ്റ്റം ഇപ്പോൾ ഒരു എല്ലാ വണ്ടിയിലുണ്ട്. നമ്മുടെ ഡോറയുടെ ഈ AC വണ്ടിയിലും ഈ ഒരു നമ്മുടെ വാട്ടർ പ്യൂരിഫൈങ് സിസ്റ്റം ഇവിടെ അവൈലബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ AC ഡോറയുടെ വിശേഷങ്ങൾ. AC ഡോറയും ഇപ്പോൾ സൈഡിൽ നമ്മുടെ നോൺ AC ഡോറയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡോറ ഹോളിഡേയ്സിൻ്റെ ഈ വീഡിയോ, അതായത് നമ്മുടെ ഡോറയുടെ ഈ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിച്ചത്. ദിസ് ഈസ് ഓട്ടോമോട്ടീവ് സൈനിങ് ഔട്ട്.